reading time, I wanted to draw your attention to the book of Zechariah and draw some beautiful lessons from there. ഇന്ന് സന്ധ്യാസമയത്ത് സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയി അവിടെ നിന്ന് ചില അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ പങ്കുവെക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. Now when you come to the book of Zechariah, it is the longest of the books written by the minor prophets. ആ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രവചന പുസ്തകം എഴുതിയിരിക്കുന്നത് സെഖര്യാവാണ്. And it is a book which was written primarily during the rebuilding of the temple. അതുമാത്രമല്ല ദേവാലയത്തിന്റെ പണിയുടെ സമയത്താണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. Chapters 1 to 8 was written during the rebuilding of the temple, and from chapters 9 to 14 after the rebuilding of the temple. ദേവാലയം പണി പുരോഗമിപ്പിക്കുമ്പോൾ ആണ് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ എഴുതിയത്. അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് 9 മുതലുള്ള അധ്യായങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. There are 8 visions that we have here from chapters 1 to 6. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ 8 ദർശനങ്ങൾ നാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. And there are 4 messages from chapters 7 and 8. 7-8 അധ്യായങ്ങളിൽ നിന്ന് 4 സന്ദേശങ്ങൾ. And 2 burdens in chapters 9 to 14. 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ 2 ഭാരങ്ങളെ കുറിച്ചും താൻ പറയും. 8 visions, 4 messages and 2 burdens is what you have in the book of Zechariah. 8 ദർശനങ്ങൾ, 2 സന്ദേശങ്ങൾ, 4 സന്ദേശങ്ങൾ, 2 ഭാരങ്ങൾ. അതാണ് നാം സെഖര്യാവിന്റെ പ്രവചനത്തിൽ ഉടനീളം കാണുന്നത്. There are 71 quotations that you can see from the book of Zechariah in the New Testament. സെഖര്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഏകദേശം 71 പരാമർശങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Zechariah was the contemporary of Haggai. ഹഗ്ഗായിയുടെ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സെഖര്യാവ്. Zechariah and Haggai were part of those 50,000 Jews who came back under the leadership of Zerubbabel and Joshua the high priest. മഹാപുരോഹിതനായ യോശുവയുടെയും സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന 50,000 യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട 2 ആളുകളാണ് ഹഗ്ഗായിയും സെഖര്യാവും. There are about 30 people who carry the same name, Zechariah. സെഖര്യാവ് എന്ന പേര് ഉള്ള 30 അധികം ആളുകളുണ്ട്. And this name Zechariah means Yahweh remembers. സെഖര്യാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ഓർക്കും. How wonderful is this picture wherein you have this young man who can look unto God and say, here is a God who remembers, whom God brought back after captivity. എത്ര മനോഹരമായ ചിത്രമാണ് ഇവിടെ ഒരു വ്യക്തി ദൈവത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ് ദൈവം ഓർക്കും. അങ്ങനെ ഒരു വ്യക്തി താൻ ഒരു മടങ്ങി വരുവാനായിട്ട് തന്റെ ജീവിതത്തിലിടയായിരിക്കും. Now you look into the book of Zechariah, after they came back from captivity, in the 2nd year of their return, the foundation was laid. അവർ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വന്ന് 2ാം വർഷം ആയപ്പോൾ അവർ അവിടെ അടിസ്ഥാനം ഇട്ടതായിട്ട് നാം സെഖര്യാവിന്റെ പുസ്തകത്തിൽ കാണുന്നു. We have that account when you come to the book of Ezra. എസ്രായുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം കാണുന്നതാണ്. In the 2nd year of their return, the foundation was laid. അവർ മടങ്ങി വന്ന 2ാം വർഷത്തിൽ അവർ അടിസ്ഥാനം ഇട്ടു. But there was external oppression. എന്നാൽ പുറത്തു നിന്ന് അവർക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. And for about 16 years this particular work came to a halt. അതിനുശേഷം 16 വർഷക്കാലം ആ പ്രവൃത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. And then God raises these people, Zechariah and Haggai, to encourage people and motivate them to continue in that task, to press on into that task of rebuilding the temple. അതിനുശേഷം ഹഗ്ഗായിയും സെഖര്യാവും 2 പേരെ ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവരുടെ ആ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ദൈവം അവരെ ഉപയോഗിച്ചു. And Zechariah is a person whom God used to go and encourage Zerubbabel to press on into this task of rebuilding the temple. ഈ ദേവാലയം പുതുക്കിപ്പണിക്ക് വേണ്ടി ആ സെരുബ്ബാബേലിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സെഖര്യാവിനും ഇടയായി. And after 4 years you see that this work gets completed in 515 BC. അതിനുശേഷം 515 BC-യിൽ 4 വർഷത്തിന് ശേഷം ആ പ്രവർത്തനം പൂർത്തീകരിച്ചതായിട്ട് നാം കാണുന്നു. Keeping this picture in mind, ഈ ചിത്രം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, keeping this context in mind, ഈ പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, the context wherein you have these people who came back from captivity, took a lot of time in rebuilding the temple, and finally after 4 years this temple gets rebuilt. ആ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം വളരെ വർഷങ്ങൾ എടുത്തുകൊണ്ട് ആ ദേവാലയം പണി 4 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് അവർ ആ ദേവാലയം അവസാനം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം. Now with me to Zechariah chapter 4, wherein we have the 5th vision, the golden lampstand and the olive trees. സെഖര്യാവിന്റെ 4-ാം അധ്യായം അവിടെ 5-ാമത്തെ
ദർശനം നാം കാണുന്നു അവിടെ chapter 4 4-ാം അധ്യായം അവിടെ കാണുന്നത് തങ്ക വിളക്കും അതുപോലെ and 2 olive trees. 2 ഒലിവ് മരങ്ങളും. Now if you look into this particular vision that was given to Zechariah, ഇവിടെ സഖറിയാവ് നൽകിയിരിക്കുന്ന ഈ ദർശനം നാം നോക്കിയാൽ you have the golden lampstand primarily here. ഇവിടെ ഒരു പൊൻനിലവിളക്ക് പ്രധാനമായിട്ട് നാം We കാണുന്നു. all are very familiar with the mosaic, the golden lampstand that was there in the mosaic tabernacle. ആ മോശയുടെ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന ആ നിലവിളക്ക് നമുക്കൊക്കെ പരിചിതമുള്ളതാണ്. But I want to ask a question. Do you see anything different in this particular lampstand? എന്നാൽ ഇവിടെയുള്ള ഈ വിളക്കിന് എന്തെങ്കിലും വ്യത്യസ്തമുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Any difference? You can just go through that and let me know what is the difference that we. ഏതെങ്കിലും വ്യത്യാസം ഇതിൽ തമ്മിലുണ്ടോ? Is it the same first and foremost? അത് രണ്ടും ഒന്ന് തന്നെയാണോ? I would say there are some additional features in this particular golden lampstand. എന്നാൽ ഇവിടെയുള്ള ഈ വിളക്കിന് അധികമായിട്ട് ചില പ്രത്യേകമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായതായിട്ട് നാം കാണും. 3 things. 3 കാര്യങ്ങൾ. Firstly, you observe that there is a bowl on the top. ഒന്നാമതായിട്ട് അതിന് മുകളിൽ ഒരു താലമുള്ളതായിട്ട് നാം കാണുന്നു. Then you have 2 olive trees on the side. രണ്ടാമതായിട്ട് അതിന് 2 ഭാഗത്തും ഓരോ ഒലിവ് മരങ്ങളുണ്ട്. Then you have these 7 channels from these bowls to each of the lamps. അതിനുശേഷം ഓരോ വിളക്കിലേക്കും 7 കുഴലുകളും ഉള്ളതായിട്ട് നാം കാണുന്നു. Then you have the golden pipes from the olive trees connected to the bowl through which the oil is supplied. അതിനുശേഷം അവിടെ ആ എണ്ണ പകരുവാനായിട്ട് കുഴലുകൾ ഉള്ളതായിട്ട് നാം കാണുന്നു. How is the oil filled in the lampstand that was there in the tabernacle? ആ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന വിളക്കിൽ എങ്ങനെയാണ് എണ്ണ നിറച്ചിരുന്നത്? How is the oil filled? എങ്ങനെയാണ് അത് നിറച്ചിരുന്നത്? You had the priests who came and filled it, right? അവിടെ ഒരു പുരോഹിതൻ കടന്നു വന്ന് അത് നിറയ്ക്കുന്നതായിട്ട് നാം But കാണുന്നു. here the picture that you have is a continuous and unending supply of oil to this lampstand without the intervention of any human agency. എന്നാൽ ഇവിടെ നാം കാണുന്ന മാനുഷികമായ യാതൊരു കരങ്ങളും പ്രവർത്തിക്കാതെ തുടർമാനമായിട്ട് ഇവിടെ ആ എണ്ണ വിളക്കിലേക്ക് പകരപ്പെടുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. If you come to Zechariah chapter 4 verse 6. സെക്കൻഡ് 4-ന്റെ 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുന്നു. Then he answered and spake unto me, saying, This is the word of the Lord unto Zerubbabel, saying, Not by might, nor by power, but by my spirit, saith the Lord of hosts. സെരുബ്ബാബേലിനോട് യഹോവയുടെ അരുളപ്പാടാണിത്. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്നും സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. So this vision is primarily given to encourage Zerubbabel and say, it is not with your effort, it is not with your external physical strength that you are going to rebuild the temple, but it is with my power that you are going to build. ഇവിടെ പ്രധാനമായിട്ട് സെരുബ്ബാബേലിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഈ ദർശനത്തിലൂടെ ദൈവം പറയുകയാണ്, നിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് എന്റെ ശക്തി കൊണ്ടും എന്റെ ബലം കൊണ്ടാണ് നിങ്ങൾ ആ ദേവാലയം പുതുക്കി പണിയുവാനായിട്ട് പോകുന്നത്. We know that the oil is symbolic of the Holy Spirit. നമുക്കറിയാം എണ്ണ എന്നുള്ളത് അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. And what a wonderful picture is this. എത്രയോ മനോഹരമായ ചിത്രമാണിത്. Not with any intervention of human agency, but with the power of the Holy Spirit, this work should proceed. മാനുഷികമായ യാതൊരു പ്രവൃത്തി കൊണ്ടുമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൊണ്ട് ഈ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. Now we know what the lampstand symbolizes. നമുക്കറിയാം എന്താണ് ഈ വിളക്ക് നമ്മളെ കാണിക്കുന്നത്. That is with respect to God's purpose regarding the Jewish nation as to how they are supposed to be the light in this world. ആ യഹൂദ ജനം ഈ ലോകത്തിൽ എങ്ങനെ ഒരു വെളിച്ചമായി നിൽക്കണം എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് Now വിളക്കിയിരിക്കുന്നത്. when you come to Revelation also you have the reference to the lampstand. നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ വിളക്ക് വെക്കുന്ന വിളക്കിനെ കുറിച്ച് നാം കാണുന്നു. But here the message that is going through Zechariah എന്നാൽ ഇവിടെ സെക്കറിയാവിലൂടെ വരുന്ന സന്ദേശം is not in reference to the church. അത് സഭയോട് ബന്ധമുള്ളതല്ല. Because God has got a specific program regarding the nation of Israel. കാരണം ഇസ്രായേൽ ജനതയെ കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. And God does have a specific program regarding the churches. അതേപോലെ തന്നെ സഭകളെ കുറിച്ചും ദൈവത്തിന് തന്റേതായ പ്രത്യേകമായ പദ്ധതികൾ For ഉണ്ടായിരുന്നു. some reason you have people outside who say that the church is today's Israel.
പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് നാം പുറത്തുള്ള ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഇന്നത്തെ ഇസ്രായേലാണ് സഭ എന്നത്. God is working today through the church. ഇന്ന് ദൈവം സഭകളിലൂടെ പ്രവർത്തിക്കുന്നു. But there is going to be a time when the work is completed through the church. എന്നാൽ ഒരു ദിവസം കടന്നു വരുവാൻ പോകുന്നു, തന്റെ പ്രവൃത്തി സഭകളിലൂടെ താൻ പൂർത്തീകരിക്കാൻ. Then he is going to start or continue his program with respect to the nation of Israel. അതിനുശേഷം ഇസ്രായേൽ ജനതയോട് ബന്ധത്തിലുള്ള തന്റെ പ്രവർത്തനം താൻ തുടരുവാനായിട്ട് പോകുകയാണ്. Now here we read about the Holy Spirit. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വായിക്കുന്നു. Now, what is the function of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉത്തരവാദിത്വം എന്താണ്? Or in other words, how was the function of the Holy Spirit in the Old Testament and the function of the Holy Spirit in the New Testament? മറ്റൊരു വാക്കിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പഴയ നിയമത്തിൽ എങ്ങനെയിരിക്കുന്നു, പുതിയ നിയമത്തിൽ എങ്ങനെയിരിക്കുന്നു? Did the Holy Spirit function in the Old Testament? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ? Did the Holy Spirit function in the Old Testament? ആ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിച്ചിരുന്നോ? Yeah. How did the Holy Spirit function in the Old Testament? So it was temporal, right? അത് താൽക്കാലികമായിരുന്നു. The Holy Spirit came for a particular task, for a particular time frame. ഒരു പ്രത്യേക സമയത്തേക്ക് പ്രത്യേക ദൗത്യം നിറവേറ്റുവാനായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു. But in the New Testament you have the permanent indwelling of the Spirit of God. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പരിപൂർണമായിട്ട് തുറമാനമായിട്ടുള്ള തന്റെ താൻ വാസം ചെയ്യുന്നതായിട്ട് നാം കാണും. From the time you put your faith in the Lord Jesus Christ, നാം കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം, the Holy Spirit comes and indwells in you. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വാസം and ചെയ്യുക. continues to remain in you. അതിനുശേഷം നമ്മൾ തുടരുവാനായിട്ട് തുടരുകയും ചെയ്യും. Keeping these thoughts again in mind, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് come with me to Zechariah chapter 4 verse 10. സെഖര്യാവിന്റെ പ്രവചനം 4-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് കടന്നു വരിക. For who hath despised the day of small things, for they shall rejoice and shall see the plummet in the hand of Zerubbabel with those 7. They are the eyes of the Lord which run to and fro through the whole earth. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർത്തുച്ചീകരിക്കുന്നു, സർവ്വഭൂമിയിൽ ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. What is plumb line? എന്താണ് തൂക്കുകട്ട? People who are from the architect field will know what the plumb line is. How many of you have seen a plumb line? തൂക്കുകട്ട എത്ര പേർ കണ്ടിട്ടുണ്ട്? I think Ashley has not seen it. Have you seen Ashley? Okay, I will show you what a plumb line is. I just made a model. Just for your, see, it just went off, okay? Because my car was playing. Alright, see, this is tied here, right? And when you hold this cord here and you suspend this, it remains vertically straight. ആ നിലയിൽ ആ തൂക്കുകട്ട പിടിക്കുമ്പോൾ അത് നേരെ തന്നെ നിൽക്കുന്നതായിട്ട് നാം കാണുവാനിടയായി. Plumb line used in the construction, wherein the foundation is laid, stones being placed one above the other. The mason uses this plumb line to ensure that the stones are vertically straight. അടിസ്ഥാനമിട്ടതിനു ശേഷം കല്ലുകളിന്മേൽ കല്ലുകൾ വെക്കുമ്പോൾ അത് പണിയുന്ന വ്യക്തി ആ കല്ലുകൾ നേരെയാണ് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് തൂക്കുകട്ട ഉപയോഗിക്കുന്നതായിട്ട് നാം. So there is no tilting, there is no dent, there is no crookedness in the way you construct. അതുകൊണ്ട് തന്നെ അത് പണിയുമ്പോൾ അതിൽ വളവോ തിരിവോ ആ നേരെയുള്ള കൗശലങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുവാനായിട്ടാണ് അത് വെക്കുന്നത്. This evening time, the title that I would like to give is this way: in line with the plumb line. ഇന്ന് സന്ധ്യാസമയത്ത് എനിക്ക് നൽകുവാനുള്ള തലക്കെട്ട് എന്നുള്ളത് ആ തൂക്കുകട്ടയ്ക്ക് സമാനമായിട്ടുള്ള ഒരു രീതി. A plumb line does not change according to the whims and fancies of the mason or the builder. അത് പണിയുന്ന വ്യക്തിയുടേതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനത്തിനനുസരിച്ച് തൂക്കുകട്ട അതിന്റെ രീതികൾ മാറ്റുകയില്ല. A plumb line remains true to its line. അതിന്റെ ആ നേർരേഖയോട് എപ്പോഴും സത്യസന്ധത കാണിച്ചുകൊണ്ട് തന്നെ തൂക്കുകട്ട. Now you have the plumb line that has been used in the Bible in different contexts. പല പശ്ചാത്തലങ്ങളിൽ വേദപുസ്തകത്തിൽ തൂക്കുകട്ട എന്നുള്ള പരാമർശം നാം കാണാറുണ്ട്. When you come to Isaiah chapter 28 verse 17, യെശയ്യാവിന്റെ പുസ്തകം 28-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുന്നു. God says righteousness the plumb line. അവിടെ നാം കാണുന്നത് നീതി എന്ന തൂക്കുകട്ട. Again when you come to Amos ആമോസിന്റെ ലേഖനം chapter 7, 7-ാം അധ്യായം, if you read from verses 7 to 9, 7 to 8, there you have the reference to
plumb line. അവിടെ 7-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെയും തൂക്കുകട്ടയെ കുറിച്ചുള്ള പരാമർശം നമുക്ക് This is കാണാം. what he showed me. ഇതാണ് താൻ എന്നെ കാണിച്ചത്. The Lord was standing by a wall ആ കർത്താവ് that had been built true to the plumb with a plumb line in his hand. അവൻ എനിക്ക് കാണിച്ചു തന്നാൽ കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കി തൂക്കി ഉണ്ടാക്കിയ ഒരു മതിലിന് മേൽ നിന്നു. And then God asked Amos, what do you see? അതിനുശേഷം താൻ യഹോവ ആമോസിനോട് നീ എന്ത് കാണുന്നു? And he said, a plumb line. ഒരു തൂക്കുകട്ട എന്ന് ഞാൻ And പറഞ്ഞു. the Lord said, no, I am setting a plumb line among my people, Israel. അതിന് കർത്താവ് ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും. And I will spare them no longer. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. Here you have a people who were justifying with their own crooked schemes. അവരുടേതായ കൗശലങ്ങൾ ഉപയോഗിച്ച് തന്നെത്താൻ നീതീകരിക്കുന്ന ഒരു കൂട്ടം ജനം. But anyone who don't meet to the God standard of plumb line, God says, I will spare them no longer. ദൈവത്തിൻ്റെതായ നിലവാരത്തിന് തക്കവണ്ണം തന്നെ തൂക്കുകെട്ടുകൊണ്ട് നോക്കുമ്പോൾ വരാത്ത ആളുകളെ താൻ പറയാൻ ശിക്ഷിക്കാതെ Now, വിടുകയില്ല. in these three places that we read, Zechariah chapter 4 verse 10, Amos chapter 7 verse 7 and 8, Isaiah chapter 28 verse 17, in Malayalam it's the same word, tukata. യെശയ്യാവിലും ആമോസിലും സെഖരിയാവിലും നാം വായിച്ച ഭാഗങ്ങളിലൊക്കെ തൂക്കുകെട്ട് എന്ന ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. But if you look into the Hebrew word, there are different words that are used, different Hebrew words. എന്നാൽ എബ്രായ ഭാഷയിൽ അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ വാക്കുകളാണ് I ഉപയോഗിച്ചിരിക്കുന്നത്. don't have time to get into that. അതിലേക്ക് കടക്കാൻ എനിക്ക് സമയമില്ല. But if you look that in the sense of construction, because the context there is construction. അവിടെയുള്ള അതിന്റെ പശ്ചാത്തലം എന്നുള്ളത് അത് പണിയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. So we can infer or conclude this way. It is giving us this picture wherein God wants us to be true to the plumb line. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം ആ തൂക്കുകട്ടയോട് സത്യസന്ധത പുലർത്തുന്ന ഒരു അവസ്ഥ If we നമുക്കുണ്ടായി. come to the New Testament also, we have the picture of Bereans. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബെരോവിയയിലുള്ളവരെ കുറിച്ച് നാം കേൾക്കുന്നു. What did they do? അവരെന്താണ് ചെയ്യുന്നത്? They read the scriptures അവർ വചനം വായിക്കും, daily. അവർ ദൈനംദിനം അത് വായിക്കും. They went to the plumb line of truth to ensure that their lives are in line with the plumb line. ആ തൂക്കുകട്ടയോട് അവരുടെ ജീവിതം ചേർന്നിരിക്കുന്നുവെന്ന് അവർ അവരെ തന്നെ പരിശോധിച്ചു. This evening time, I wanted to put across a question this way. ഇന്ന് സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Yes, our Lord Jesus Christ paid that great price on the cross of Calvary. കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ വലിയൊരു വില കൊടുത്തു എന്നുള്ള സത്യമാണ്. Your journey began at the time you put your faith in the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ നിങ്ങളുടെ യാത്ര തുടക്കമായി. But how much of importance have you given to God's word in your life? എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് എത്ര കണ്ട് പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകി? If your life is not in line with God's word, ദൈവത്തിന്റെ വചനത്തിനോട് ചേർന്നല്ല നിങ്ങളുടെ ജീവിതമെങ്കിൽ then I believe you cannot enjoy God's wonderful blessings and provisions. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളും ദൈവം നൽകുന്ന കാര്യങ്ങളും അത് ആസ്വദിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. Today I see amongst the youngsters in this way. ഇന്ന് ചെറുപ്പക്കാരുടെ ഞാൻ ഇങ്ങനെ കാണുന്നു. They want to do a lot of things from the practical perspective. പ്രായോഗികമായിട്ട് അനേക കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. There are people who are coming together in the name of fellowship to have team building sessions in the assembly. സഭയിൽ ആദ്യം കടന്നു വന്ന് ആ കൂട്ടായ്മ എന്ന പേരിൽ ടീം ബിൽഡിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. There are cooking sessions happening in the assembly amongst the youngsters. ആ ചെറുപ്പക്കാരുടെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. Sport is another activity. ആ കായികം അത് മറ്റൊരു പ്രവൃത്തിയാണ്. But how much of time are you investing to study God's word? ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് എത്ര സമയം നാം ചെലവഴിക്കുന്നുണ്ട്? Your Christian life gets molded or shaped based on the importance that you give to God's word in your life. നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് കരുപിടിക്കുന്നത്, അതിന് ആകൃതി വരുന്നത് അതിന് ദൈവവചനത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നത്. The more and more you invest your time and effort before God's word, ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ അധികമായി സമയം നാം ചെലവഴിക്കുമ്പോൾ how will our lives be in line with God's plan? ദൈവത്തിന്റെ തൂക്കുകട്ടയോടെ നമ്മുടെ ജീവിതം എത്ര കണ്ട് ചേർന്നിരിക്കുന്നു. In so many areas of our lives there has been tilting, there is crookedness in our lives because we are not giving importance to God's word in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല വളവുകളും കൗശലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. We have some favorite stories from the Bible. വേദപുസ്തകത്തിൽ വളരെ ഇഷ്ടമുള്ള അനേക കഥകളുണ്ട്. We memorize a lot of life verses from the Bible. ജീവിതത്തോട് ചേർന്നിരിക്കുന്ന അനേക വാക്യങ്ങൾ നാം മനഃപ്പാഠമാക്കാറുണ്ട്. But God wants to speak to you from His word. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കണം. So as we go on in our Christian journey, let us introspect our lives and check
Are we truly giving importance to God's word in my life? നാം ക്രിസ്ത്യ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നാം യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ പരിശോധിച്ചു നോക്കാം. I just want to give an example in this way. ഒരു ഉദാഹരണം ഇങ്ങനെ പറയുവാൻ ഞാൻ If I look back into my own life, I have never seen these kind of sessions when I was young. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. The only time we come together is to study from God's word. ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് നാം ഒന്നിച്ചു കടന്നത്. Every time we come together is to study God's word. എപ്പോഴൊക്കെയും ഒന്നിച്ചു കടന്നു വരുന്നു അപ്പോഴൊക്കെയും ദൈവവചനമാണ് പഠിക്കുന്നത്. There's one uncle, I think it is Joyce Letty uncle's uncle, M.T. Thomas uncle, who is the former principal of Clarence High School. Clarence High Schoolലെ പ്രിൻസിപ്പലായ സഹോദരനെ കുറിച്ചാണ് പറഞ്ഞത്. He made it an effort to come for studying God's word even in his old age. തന്റെ പ്രായം ചെന്ന അവസ്ഥയിലും ദൈവവചനം പഠിക്കുവാനായിട്ട് താൻ പ്രത്യേകം കടന്നു വരുന്നു. Today he is with the Lord. ഇന്ന് താൻ ദൈവത്തോടു കൂടെയാണ്. An old person giving so much of importance to God's word. വാർദ്ധക്യത്തിലെ ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തിന് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നു. When we as youngsters we have so much of time, energy and effort, how much are we investing in God's word? ചെറുപ്പക്കാരനായി നമുക്ക് ഊർജ്ജസ്വലതയും ശക്തിയും ആർജവും ഒക്കെ ഉള്ളപ്പോൾ നാം എത്ര കണ്ട് സമയമാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്? Zechariah chapter 4 verse 10, I wanted to bring forth three aspects with respect to plumb line. സക്കറിയാവ് 4:10 നിന്ന് തൂക്കുകെട്ടുകളുടെ ബന്ധത്തിൽ നാല് പ്രത്യേകമായ ചിന്തകൾ മൂന്ന് ചിന്തകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. Firstly, from the verse that we read in verse 6. ആറാം വാക്യത്തിലെ നിന്നുള്ള ഒന്നാമത്തെ കാര്യം ആറാം വാക്യത്തിൽ. It says, not by might nor by power, but by my spirit saith the Lord of hosts. അവിടെ നാം വായിക്കുന്ന സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ ആരംഭിച്ചു. God says to Zerubbabel, might means collective strength. അവിടെ സെരുബ്ബാബേലിനോട് ദൈവം പറയുകയാണ് ആ ശക്തി എന്ന് പറയുമ്പോൾ അത് ചേർന്ന് എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ശക്തിയാണ്. Power means individual strength. ശക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നുള്ളതാണ്. So God says to Zerubbabel, not by collective strength or by individual strength you are going to rebuild the temple. എന്നാൽ ഇവിടെ സെരുബ്ബാബേലിനോട് ദൈവം പറയുകയാണ് ആളുകൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ശക്തി കൊണ്ടല്ല, വ്യക്തിയിൽ നിന്നുള്ള ശക്തി കൊണ്ടല്ല നിങ്ങൾ ഈ ദേവാലയം പണിയുവാൻ പോകുന്നത്, but by my spirit. എന്നാൽ എന്റെ ആത്മാവിനാൽ. It's the first aspect with respect to plumb line. ഒന്നാമത്തെ തൂക്കുകെട്ടുള്ള ചിന്ത. God's work to be done by God's power. ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളത് ആ ദൈവത്തിന്റെ ബലത്തിന്റെ ശക്തിയിൽ ഊന്നിക്കൊണ്ട് വരണം. In other words, God's work should be done by being empowered by God. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് വേണം ദൈവത്തിന്റെ പ്രവൃത്തികൾ Or in other words again, God's work should exhibit God's power. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ശക്തി അത് പ്രദർശിപ്പിക്കപ്പെടുവാനിടയായിരിക്കണം. Are we in line with God's power? ദൈവത്തിന്റെ ശക്തിയോട് അതിനോട് ചേർന്നാണോ നമ്മുടെ ജീവിതത്തിൽ? There are so many ministries, so many activities that we do. നാം ചെയ്യുന്ന അനേക പ്രവൃത്തികളുണ്ട്. But are we doing with the help of the Spirit of God? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെയാണോ നാം? Last week we saw about how a spiritual home should be built. കഴിഞ്ഞ ആഴ്ചയിൽ നാം എങ്ങനെയാണ് ഒരു ആത്മീയ ഭവനം പണിയപ്പെടേണ്ടതെന്ന് നാം കേൾക്കുന്നു. And one aspect that was brought to us was with respect to humility. അതിനകത്ത് ഒരു ചിന്ത എന്നുള്ളത് താഴ്മ എന്നുള്ളതായിരുന്നു. How are we when it comes to submitting ourselves, humbling ourselves before this God so that He carries out His work through our lives? നാം എങ്ങനെയാണ് ഈ ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്മയുള്ളവരായി വെക്കുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി നമ്മളോട് നിറവേറ്റുവാൻ. God is telling to Zerubbabel, സെരുബ്ബാബേലിനോട് ദൈവം പറയുകയാണ്, do not be discouraged by any kind of human limitations. മാനുഷികമായ ഏതെങ്കിലും പരിമിതിയിൽ നീ നിരാശനായി പോകാൻ Do പാടില്ല. not be afraid of any kind of earthly obstacles. ഏതെങ്കിലും തരത്തിലുള്ള മാനുഷികമായ തടസ്സങ്ങളാൽ നീ പ്രയാസപ്പെടുവാൻ പാടില്ല. But look unto me, I am going to empower you. I am going to strengthen you so that you can continue in this particular task. എന്നാൽ എങ്കിലേക്ക് പോകുക, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ആ നിലയിൽ ഈ പ്രവൃത്തി മുൻപോട്ട് ചെയ്യുവാൻ നിനക്ക് സാധിക്കും. Our God-given work, if at all it has to bear results, it has to be done with the help of the Spirit of God. ദൈവം തന്നിട്ടുള്ള പ്രവൃത്തികൾ അത് ഏതെങ്കിലും നിലയിൽ ഫലം നൽകണമെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം I ചെയ്യണം. believe Zerubbabel might have faced a lot of criticisms. ഞാൻ വിശ്വസിക്കുന്നു സെരുബ്ബാബേലിന് അനേക അതിലെ അപമാനങ്ങൾ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടായിട്ടാവും. Even in our lives, we might face criticisms when we follow the Lord and carry out His work. അവന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിനെ നാം പിൻചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. We have the good example of our Lord Jesus Christ. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു നല്ലൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. He was oppressed. താൻ
താൻ കുറ്റക്കാരനായി തീർന്നു. He was mocked. തന്നെ അവർ പരിഹസിച്ചു. People reviled him. ആളുകൾ അവരെതിരായി തിരിഞ്ഞു. People laughed at him. അവനിലേക്ക് നോക്കി ചിരിച്ചു. What was the response of our Lord Jesus Christ? എന്തായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതികരണം? He remained silent. അവൻ നിശബ്ദനായിരുന്നു. He was busy in doing the Father's work. തന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ അവൻ വ്യാപൃതനായിരുന്നു. He was focused to finish the work that the Father had entrusted unto him. തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി നിറവേറ്റുന്നതിൽ അവൻ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. And thus he finished that work. അങ്ങനെ താൻ ആ പ്രവൃത്തി പൂർത്തീകരിച്ചു. If our Lord Jesus Christ brings out that wonderful lesson as to how you need to remain silent when you have oppressions around. നമ്മുടെ ചുറ്റുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നാം നിശബ്ദരായിരിക്കേണ്ടതെന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് കർത്താവായ യേശു. We might have criticisms around. നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടും വിമർശനങ്ങൾ ഉണ്ടായെന്ന് വരാം. But we need to press on to finish the task that God has entrusted to us, completely depending upon Him, trusting in Him by being empowered by God. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവനെ പൂർണ്ണമായിട്ട് അവനിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിന് നടുവിൽ നാം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. Now the areas where might and power comes to play. ആ ശക്തിയും ബലവും പ്രവർത്തിക്കുന്നതായ Wherein the strength of the flesh comes to play. ജഡീകമായിട്ടുള്ള ശക്തി പ്രവർത്തിക്കുന്നതായ സമയം. It can happen in the assembly. അത് ചിലപ്പോൾ സഭയിൽ സംഭവിച്ചത്. Wherein we would love to do things with our own strength and ability. നമ്മുടേതായ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ എന്ന് തോന്നുന്ന സാഹചര്യം. It can happen in our family lives as well. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നു. When you have problems in the family, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ you would want to silence the other partner by using your power and strength. നമ്മളുടേതായ ശക്തിയും ബലവും ഉപയോഗിച്ചുകൊണ്ട് ആ മറ്റേ വ്യക്തിയെ നിശബ്ദനാക്കുവാനായിട്ട് You want to win over the other person. കാരണം നമുക്ക് മറ്റൊരാളുടെ മേൽ ജയം കണ്ടെത്തണം. Even when it comes to spiritual gifts, അത് ആത്മീയ കൃപാവരങ്ങളുള്ള ബന്ധത്തിൽ how much are we depending upon the Spirit of God to carry out that? എത്രയാണ് നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അത് മുൻപോട്ട് ചെയ്തു പോകാൻ നാം In ആഗ്രഹിക്കുന്നു. our own personal lives, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ in various arenas of our life, നമ്മുടെ ജീവിതത്തിൻ്റെതായ വ്യത്യസ്തങ്ങളായ wherein we use our own strength and ability to get our things done. നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് As we go on in our Christian journey, നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ if we want to see solutions to all kinds of problems, നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തണമെങ്കിൽ we should depend upon the Spirit. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയം വെക്കണം. I just wanted to give one example with respect to Jehoshaphat. യഹോശാഫാത്തിനുള്ള ഒരു ഉദാഹരണം പറയുവാനാണ്. We looked into that in our previous prayer meeting. നാം മുൻപുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ അതിനെ ചിന്തിച്ചതാണ്. When you come to 2 Chronicles chapter 20, 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ you have enemies who are coming to attack Judah. യഹൂദിയെ ആക്രമിക്കുവാനായിട്ട് ശത്രുക്കൾ കടന്നു വരുന്നതായിട്ട് The enemy is at the doorstep. അവർ വാതിൽക്കൽ എത്തിയിരിക്കുക. 2 Corinthians chapter 20 verse 2. 2 കൊരിന്ത്യർ 20-ാം അധ്യായം 2-ാം വാക്യം. 2 Chronicles. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 2-ാം വാക്യം. What should the king do when the enemy is at your doorstep? ഒരു രാജാവ് എന്ന നിലയിൽ ശത്രുക്കൾ വാതിൽക്കൽ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? What should the king do? എന്തായിരിക്കും രാജാവ് ചെയ്യേണ്ടത്? What should be the ideal response of the king when you have the enemy at your doorstep? ശത്രു വാതിൽക്കൽ എത്തുമ്പോൾ ഒരു രാജാവ് എന്നുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. മൂന്നാം വാക്യം. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. An absolutely different response we see here from Jehoshaphat. യഹോശാഫാത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണം. Usually the king will blow the horn and ask his army to defend when the enemy is at your. സാധാരണമായിട്ട് സൈന്യത്തിന് താൻ കാവൽ കൂടിക്കൊണ്ട് ആ ശത്രുവിനെ എതിർക്കുവാനായിട്ട് തന്റെ സൈന്യത്തോട് കൽപ്പിക്കും. Even when you come some more verses further, ചില വാക്യങ്ങൾ മുൻപോട്ട് വരുമ്പോൾ just see how they are going through the battle. അവരെങ്ങനെയാണ് ആ യുദ്ധത്തിനായി കടന്നു പോകുന്നത് നോക്കുക. You have the singers who are singing and leading this particular camp. അവിടെ പാട്ട് പാടിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ. Absolutely unusual sight wherein you have the singers going for a battle with the instruments in their hand. അവർ വാദ്യോപകരണങ്ങളുമായിട്ട് ആ യുദ്ധത്തിന് കടന്നു പോകുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രം. Wherein they are going with worshiping God. എന്നാൽ അവർ കടന്നു പോകുന്നത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്. The battle belongs to the Lord. ആ യുദ്ധം അത് യഹോവയ്ക്കുള്ളതാണ്. And we have to depend upon God, for God will work.
നാം ദൈവത്തിൽ ആശ്രയം വെക്കുകയും ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. I believe that's a good lesson that we can learn from Jehoshaphat as well. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമായിട്ടുണ്ട്. Yes, there were problems in the life of Jehoshaphat. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. But this is a good lesson that we can learn from him. എന്നാൽ അവരിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കുന്ന നല്ലൊരു പാഠം ഇതാണ്. Absolute dependence upon God. പൂർണ്ണമായ ദൈവത്തിലുള്ള ആശ്രയം. I mean, what bad was yours be said in this manner. ദൈവത്തിന്റെ ദാസനെ പറയുവാനിടയായി. Worship is the greatest weapon against the enemy. ശത്രുവിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് ആരാധനയാണ്. When we carry out the tasks of God, ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി നാം നിറവേറ്റുമ്പോൾ, when we carry out the ministries of God, ദൈവത്തിൻ്റെതായിട്ടുള്ള ശുശ്രൂഷകൾ നാം നിറവേറ്റുമ്പോൾ, there is a great need for each and every one of us to completely depend and trust in Him. നാം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയം വെക്കേണ്ട ഒരു ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. If something is done otherwise, എന്തെങ്കിലും കാര്യം മറിച്ച് ചെയ്താൽ, I believe it is not God's work, instead it is man's work. ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, മറിച്ച് മനുഷ്യന്റെ പ്രവൃത്തിയാണ്. God's work should be done with God's power. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന് ചെയ്യണം. Being filled and energized by the Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അതിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തി അത് ചെയ്യണം. And then you are in the right direction. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലാണ്. So I just wanted to stop with that here, because if I go to the next point, we will not be able to finish. ആ സമയത്തിന്റെ പരിമിതി പോലും ഞാൻ ഇവിടെ നിർത്തട്ടെ. But just trying to summarize with what we saw today. നാം ഇന്ന് ചിന്തിച്ച കാര്യം ആദ്യത്തെ ഒന്ന് പറയാം. Zechariah is a wonderful book. സെഖര്യാവ് വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. Wherein you have a young man whom God used in this particular task. ഈ പ്രത്യേകമായ പദ്ധതിയിൽ ദൈവം ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരനായ വ്യക്തി. Haggai was an old man. ഹഗായി ഒരു പ്രായം ചെന്ന വ്യക്തിയായി. But here you have Zechariah, who is a relatively young man. എന്നാൽ ഇവിടെ പ്രായം വെച്ച് നോക്കിയാൽ ചെറുപ്പമായിട്ടുള്ള ഇവിടെ സെഖര്യാവ് He spent his years in captivity. അടിമത്തത്തിൽ തന്റെ ജീവിതം നയിച്ചു. He comes back along with those 50,000 Jews. 50,000 യഹൂദന്മാരോടുകൂടെ താൻ മടങ്ങി വന്നു. The foundation was laid. അടിസ്ഥാനം ഇട്ടു. For 16 years that work into a halt. 16 വർഷക്കാലം ആ പ്രവർത്തനം അവിടെ നിശ്ചലമായി. God raises up Zechariah and Haggai to encourage and motivate the people, especially Zerubbabel, to press on into this task. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സെരുബ്ബാബേലിനെ പ്രോത്സാഹിപ്പിക്കാനും അവിടെയുള്ള ജനത്തെ പ്രോത്സാഹിപ്പിക്കാനും ദൈവം സെഖര്യാവിനെയും ഹഗായിയെയും എഴുന്നേൽപ്പിച്ചു. There are 8 visions in this book of Zechariah. ഈ പുസ്തകത്തിൽ 8 ദർശനങ്ങളുണ്ട്. We saw the 5th vision. അതിൽ 5ാമത്തെ ദർശനമാണ് നാം കണ്ടത്. The golden lampstand and 2 olive trees. പൊൻനിലവിളക്കും 2 ഒലിവ് വൃക്ഷങ്ങളും. Golden lampstand with respect to Israel. God wanted Israel to be the light in the world. പൊൻനിലവിളക്ക് അത് ഇസ്രായേലിന്റെ മുൻപിൽ ഈ ലോകത്തിൽ പ്രകാശമായിട്ട് ഇസ്രായേൽ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. Just taking the spiritual principle from there. അവിടെ നിന്നുള്ള ആത്മീയ അർത്ഥം എടുക്കുന്നു. When you look at the church as well, നാം സഭയോളത്തിൽ സഭയെ നോക്കുമ്പോൾ God wants the church to be the light in this dark world. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഒരു പ്രകാശമായിട്ട് സഭ നിലകൊള്ളണം. How much are we willing to be used by God for the proclamation of the gospel? അവന്റെ സുവിശേഷത്തിന്റെ ആ വിളംബരം ചെയ്യുവാനായിട്ട് നാം എത്ര കണ്ട് നമ്മളെ ഉപയോഗിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. Then you come to verse 6. അതിനുശേഷം 6ാം വാക്യത്തിലേക്ക് നാം കടന്നു. God is bringing a wonderful message through Zechariah to Zerubbabel. സെരുബ്ബാബേലിലേക്ക് ഒരു വളരെ മനോഹരമായ സന്ദേശം താൻ സെഖര്യാവിലൂടെ കൊണ്ടുവരികയാണ്. Not by might, not by power, but by the Spirit. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ. That reminds us as to where the focus should be. അത് നമ്മളെ ഓർപ്പിക്കുന്നു നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണമെന്നുള്ളത്. Are we in line with God's power? ദൈവത്തിന്റെ ശക്തിയുടെ ചേർന്നാണോ നാം ഇരിക്കുന്നത്? God's work should exhibit God's power. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ശക്തിയാണ് തെളിഞ്ഞു കാണേണ്ടത്. God's work should not be carried with man's ability and strength. ദൈവത്തിന്റെ പ്രവൃത്തി മാനുഷികമായ ഏതെങ്കിലും ശക്തികളോ അതിൽ ഊന്നിക്കൊണ്ടായിരിക്കാൻ പാടില്ല ചെയ്യേണ്ടത്. Man's weakness is no hindrance to God. മനുഷ്യന്റെ ബലഹീനതകൾ ദൈവത്തിന് യാതൊരു തടസ്സവും. And man's strength is no aid to God as well. അതുപോലെ തന്നെ മനുഷ്യന്റെ ശക്തി ദൈവത്തിന് യാതൊരു നിലയിലും സഹായകരവും. God wants people to
commit themselves into the hands of God so that God can empower us to be used for His glory. ദൈവത്തിന് ആവശ്യം ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന, അതിനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ആളുകളെയാണ്. A wonderful lesson from Jehoshaphat which teaches that. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു പാഠമാണ്. When the enemy was there at the doorstep, ശത്രുക്കൾ വാതിൽക്കലെത്തിയപ്പോൾ instead of blowing the horn to fight against the enemy, അവർക്കെതിരെ പ്രതിരോധിക്കുവാനായിട്ട് കാഹളമൂതുന്നതിന് പകരം you have a king who comes on his knees before God the Father. ദൈവത്തിന് വലിയവനായ ദൈവത്തിന് മുമ്പാകെ മുട്ടുകളെ മടക്കുന്ന ഒരു രാജാവിനെ നാം കാണുന്നു. Not just the king, but Judah and all the inhabitants of Jerusalem falls before the Lord. ആ രാജാവ് മാത്രമല്ല, യഹൂദയിലും അവിടെ ഉണ്ടായ ഇസ്രായേലിലുള്ള സകല നിവാസികളും ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകളിന്മേൽ വീണതായി And കാണാം. this king leads wonderfully, having musicians, the choir who are leading into the battle. അവിടെ ആ യുദ്ധത്തിലേക്ക് വാദ്യോപകരണങ്ങളുമായിട്ട് പാട്ടുകൾ പാടുന്ന ആളുകളുമായിട്ട് ആ രാജാവ് അവരെ നയിക്കുകയാണ്. The battle belongs to the Lord and God gave them the victory. യുദ്ധം യഹോവയ്ക്കുള്ളത്, ദൈവം അവർക്ക് വിജയം നൽകി. In our lives, നമ്മുടെ ജീവിതത്തിൽ when we submit ourselves into the hands of God, നാം ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ we will be energized, we will be filled, and we can be used for His glory. അവൻ നമ്മളെ ബലപ്പെടുത്തുകയും അതിനെ അവന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. We should be filled by the Spirit of God so that God can work through your life and mine. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെട്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് The more and more we are filled by the Spirit of God, that brings glory to God. നാം അധികമായി ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊണ്ടിരുന്നതായി. Are we giving any room for might or power in my life or in your life? നിങ്ങളുടെ എന്റെയും ജീവിതത്തിൽ നമ്മുടെ ശക്തിക്കോ ബലത്തിനോ നാം ആദ്യ സ്ഥാനം കൊടുക്കുന്നുണ്ടോ? As we go on our Christian journey, may these truths help us to redirect our lives so that God's work would be carried out with God's power, with the help of the Spirit of God alone. ആ ദൈവത്തിന്റെ നാം ക്രിസ്ത്യ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വഴി തിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ ഹിതപ്രകാരം മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. May His name be glorified. ദൈവനാമത്തിൽ